എവിടെ ജനിച്ചാലും വളർന്നിട്ടും കാര്യമൊന്നുമില്ലെന്നേ. അപ്പം വലിയ സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് മകനെന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യമൊക്കെ വേണ്ടേ. രാഹുൽ ഗാന്ധി എപ്പടി മോഡി തോക്കുമോ ചെഗു വോട്ട് പോട് എവിടെ. രാഹുൽ ഗാന്ധി ഈ പ്രാവശ്യം പഴയതുപോലെ തന്നെ പപ്പു എന്നൊക്കെ വിളിക്കുമ്പോൾ മാറി പമ്മി എവിടെ നിൽക്കുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ആവേശം കണ്ടോ ആറാട്ടനെ കൊണ്ട്, ആവേശം കണ്ടു. നല്ല പടമാണ്, സൂപ്പറാണ്, അടിപൊളി. വിനീത് ശ്രീനിവാസന്റെ ശിഷ്യനാണ് പ്രേമലു എടുത്തത് ആണോ? അത് ഭയങ്കരമായിരിക്കുമല്ലോ. എൻ്റെ അമ്മ പ്രേമലു, അപ്പോൾ പേര് കേട്ടാൽ തന്നെ കാണാൻ തോന്നും സിനിമ പോയിട്ട്. പ്രേമലു, എൻ്റെ ആ ഒരു പോസ്റ്ററും എല്ലാം കൂടെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്കിന് എൻ്റെ അമ്മ. അത് ഈ +2 പിള്ളേർക്കുള്ള സിനിമയാണ് അത്. മറ്റേ തണ്ണീർ മത്തൻ ദിനങ്ങളൊക്കെ ഹിറ്റായ പോലെ ആ ഒരു പരുവത്തിൽ അങ്ങ് ഓടുന്ന സാധനം അതൊക്കെ. +2 താഴോട്ട് കോളേജ് പഠിക്കുന്ന പിള്ളേർക്കും ഇഷ്ടപ്പെടുമായിരിക്കും കുറച്ച്. അങ്ങനത്തെ വലിയ അധികം അങ്ങനെ എന്താ പറയുക, ഈ മേഖലയെ പറ്റി അറിയാത്തവരായതുകൊണ്ട് ആദ്യമൊക്കെ എനിക്ക് ഇവിടുത്തെ മലയാള സിനിമയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അന്നും കുറേ വിദേശ ഭാഷാ ചിത്രങ്ങൾ കാണുമായിരുന്നു. അത് വേറെ കാര്യം. ഞാൻ പണ്ട് തൊട്ടേ ചെറുപ്പം തൊട്ടേ പല ഭാഷയിലുള്ള സിനിമ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഇത് 4 നല്ല വൃത്തിക്ക് കാണാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ കുറച്ച് കൂട്ടുകാരൊക്കെ പറഞ്ഞു, ഈ റഷ്യൻ, ഫ്രഞ്ച്, ജർമ്മൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഭയങ്കര പരിപാടിയാണ്, ഇറ്റാലിയൻ മൂവീസ്. പിന്നെ കൊറിയ അന്ന് അത്രയ്ക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. 2010, 15, 2010 വരെയൊക്കെ ഒന്നും കൊറിയൻ മൂവീസൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് നമ്മുടെ ഇവിടെ അങ്ങോട്ട് പ്രചാരത്തിലെത്തിയിട്ടില്ല. ചൈന പിന്നെ ഉണ്ടാകുന്നു. അതിന് മുമ്പൊന്നും ആരും അങ്ങനെ ഇവിടെ ഒന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കൊറിയൻ മൂവീസ് കാണുന്നവരില്ലേ. പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കൊറിയൻ മൂവി കയറി തുടങ്ങി. അതിന് മുമ്പ് ഇവിടെ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ, അങ്ങനത്തെ കുറേ സിനിമകൾ നമ്മൾ ഈ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ IMDb ഒന്ന് കറങ്ങി നോക്കിയാൽ ഒരുപാട് നല്ല പടങ്ങൾ കാണാൻ പറ്റും. പിന്നെ അവരുടെ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരുടെ മൊത്തം പടം എടുത്തും കണ്ടേക്കണം. അങ്ങനെ കുറേ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഈ പൊട്ടന്മാരുടെ പടമൊക്കെ എന്തിനാണ് കാണുന്നത്? വേറെ അങ്ങനെ കാണാൻ ഒത്തിരി ഇഷ്ടം പോലെ സിനിമകൾ കാണാൻ കിടക്കുക. അതൊന്നും കണ്ടിട്ടില്ല, മലയാളത്തിലല്ല എന്നാൽ പോലുമേ. അപ്പോഴാണ് ഇവൻ്റെ പൊട്ടത്തരം പോയിരുന്ന് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പോകും ഊളകളെ. എനിക്കിതുപോലത്തെ പൊട്ടന്മാരെ എങ്ങനെയാണ് നിങ്ങൾക്ക് സഹിക്കുന്ന? ഇവന്മാരുടെ സിനിമ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വിനീത് ശ്രീനിവാസനും ഒക്കെ എടുത്തുകൊണ്ട് വരുന്ന സിനിമയൊക്കെ കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കുന്നു? നിവൃത്തിയിടുമല്ലോ ഉണ്ടോ? വേറൊരു ഭാഷയും മനസ്സിലാവുന്നില്ലേ മലയാളം അല്ലാതെ? വേറെ സിനിമകളൊക്കെ കാണാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണോ ഈ മലയാളം പടം തന്നെ ഇരുന്ന് കാണുന്നത്? എല്ലാം സബ്ടൈറ്റിലിട്ട് വായിച്ചാണെങ്കിലും അത് മനസ്സിലാക്കി എടുക്കണമെന്നേ. ഇവിടുത്തെ ഒരു പടം കണ്ട് സമയം വേസ്റ്റാക്കുന്ന 3 മണിക്കൂർ, 2.5-3 മണിക്കൂറൊക്കെയാണ് സിനിമ. അതാണ് 1-1.5 മണിക്കൂർ കൊണ്ട് തീരും. 2 പ്രാവശ്യം ആ സിനിമ ഞാൻ കണ്ടാൽ പോലും മലയാളം സിനിമ ഒരു പ്രാവശ്യം കാണുന്ന സമയമേ എടുക്കത്തുള്ളൂ, അത്രയും തന്നെ ക്ഷീണിക്കത്തുള്ളൂ നമ്മൾ. അപ്പോൾ മറ്റേതല്ലേ നല്ലത്? ഇറ്റാലിയൻ തുണ്ടുപടം എല്ലാം പൊളിയാണ്. അത് അവിടെയൊക്കെ എന്ത് ചെയ്താലും പൊളിയായിരിക്കുമല്ലോ. ഇവിടുത്തെ പോലല്ല, ഇവിടുത്തെ തുണ്ട് പോലല്ല ലോകത്ത് എവിടെയും തുണ്ട്. ഇവിടുത്തെ ആൾക്കാർ ഈ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കാലിട്ട് ഒരയ്ക്കുക, നേരത്ത് കയറിയിട്ട് ഒരുമാതിരി വല്ലാത്ത കണ്ടിട്ടില്ലേ? നമ്മുടെ നാട്ടിൽ നിന്ന് ലീക്ഡ് വീഡിയോ എന്ന് പറഞ്ഞ് കാണിക്കുന്ന വീഡിയോ കണ്ടിട്ടില്ലേ? എന്ത് ഇമാർ കിടന്ന് കാണിക്കുന്നത് നമ്മൾ ആലോചിച്ച് പോകും. ഇവരെന്ത് കിടന്ന് കളിക്കുന്നത്? ഒരു പെണ്ണിനെ കയറി അങ്ങ് പിടിച്ച് ആമയ്ക്ക് കുറേ കാണിക്കാൻ അറിയാം, അതെല്ലാം അങ്ങ് കാണിക്കുക. എല്ലാവരും ഒരുപോലെ കളിക്കുന്നതെന്ന് തോന്നുന്നല്ലേ? ഈ നാടിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എല്ലാവരും ഒരുപോലെ. എല്ലാവരും അത്രേ പഠിച്ചിട്ടുള്ളൂ, എല്ലാവരും കണ്ടത് ഒരേ തുണ്ടാന്ന് തോന്നുന്നു. അതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ഈ പൊട്ടന്മാർ ഇപ്പം കണ്ടില്ലേ ഇറ്റാലിയൻ തുണ്ട് ബെറ്റർ ആയിരിക്കും ഉറപ്പായിട്ടും. മലയാളം തുണ്ട് പോലൊന്നും ആയിരിക്കത്തില്ല. അത് സിനിമയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് പോകും. അവിടുത്തെ സ്റ്റാൻഡേർഡ് വേറെയാ. ഇനിയിപ്പോൾ അവരങ്ങനെ പുരോഗമിച്ച രാജ്യമായി പോയി, എന്ത് ചെയ്യാൻ പറ്റും? അത് പണ്ടേ അവരങ്ങനെ, അതുകൊണ്ടാണല്ലോ ഇവിടെയൊക്കെ വന്ന് ബ്രിട്ടീഷുകാരൊക്കെ കോളനി അടിച്ച് അടിമകളാക്കിയത് ഇവിടെ ഉള്ളവന്മാരെ. ബ്രോ എല്ലാം തികഞ്ഞതാണോ? ആര്? അങ്ങനെ സംഭവം ഇല്ലല്ലോ, എല്ലാം തികഞ്ഞ ഒരു സാധനമില്ല. പിന്നെ തമ്മിൽ ഭേദമൊന്നും ഒരു സാധനമുണ്ട്, അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഊളകളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു രീതിയിലും മനസ്സിലായിട്ടില്ല. വിനീത് ശ്രീനിവാസനൊക്കെ സംസാരം തുടങ്ങുമ്പോഴേ സ്കിപ്പ് ചെയ്തേക്കണം, അല്ലെങ്കിൽ പൊട്ടത്തരം കേട്ട് നമ്മളിവിടെ പൊട്ടനായിപ്പോവും. അതിനൊന്നും നിൽക്കല്ലേ. ചെഗു ഇറ്റലിയിൽ ജനിക്കേണ്ടതാണ്. ഇറ്റലിയില്ല, അമേരിക്കയിലാണ് എനിക്ക് ജനിക്കേണ്ടത്. ഇവിടുത്തെ റൊമാൻസ് മൂവീസ് എൻഡ് കള്ളീസ് ആണ്. CM ഫോട്ടോ കത്തിച്ച മൂവിയെപ്പറ്റി വീഡിയോ പോടുക, അതാരടെ? മൈ ഇന്ത്യൻ മൂവീസ് ഡോണ്ട് ഗെറ്റ് ഓസ്കാർ. അതിന് ഓസ്കാർ കിട്ടാൻ ഇവിടെ നിന്ന് എങ്ങനെയാണോ ഇന്ത്യൻ മൂവീസ് ഓസ്കാർ എടുക്കാനൊരു പടം എടുക്കണമെന്നുണ്ടെങ്കിൽ
ഓസ്കാർ വേണമെന്ന് എഴുതി ഒരു സിനിമ അങ്ങ് എടുക്കാം.